കോട്ടയത്ത് നിന്ന് എത്ര മന്ത്രിമാർ ഉണ്ടാകുമെന്നതിൽ ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ലെന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. മന്ത്രിയായി പരിഗണിച്ചാൽ ഉണ്ടോ എന്ന ചോദ്യത്തോട് പാർട്ടിക്ക് എന്തു തീരുമാനവും എടുക്കാമെന്നായിരുന്നു മറുപടി. അജിത് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചാണ്ടി ഉമ്മനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇത് ഭൂരിപക്ഷം റെക്കോർഡാണ്, 50-ന് മുകളിൽ. ഇതൊരു പ്രതീക്ഷിച്ചത് എന്നോട് ഞാൻ അവസാനം കണ്ടപ്പോൾ പറഞ്ഞത് ഇത്തവണ ഭൂരിപക്ഷം കുറച്ച് കുറയുമെന്നാണ്. ഇത് കൂടുവാണ്, ഇത് കൂടെ ചെറുതായിട്ടല്ല കൂടി. അല്ല, എല്ലാം പുറത്തു പറയാൻ പാടില്ലല്ലോ, അത് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. പുതുപ്പള്ളിയിലെ ജനങ്ങൾ അവരുടെ പൂർണ്ണ വിശ്വാസം എന്നെ ഏൽപ്പിച്ചത് ഞാൻ എന്നും അവരോട് കടപ്പെട്ടിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇങ്ങനെ ആരും ആളവും ഇല്ലാതെ അങ്ങനെ വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ നടത്തുമ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ. അത് പരീക്ഷണമാണല്ലോ. ഇതിൽ ആശങ്ക എനിക്കില്ലായിരുന്നു, കാരണം എൻ്റെ സാഹചര്യം അതായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് കുറച്ച് വോട്ടുകൾ കുറഞ്ഞാലും ഞാൻ സാധ്യമാക്കുന്നില്ല. പക്ഷേ ഞാൻ ഏറ്റെടുത്ത പ്രോജക്റ്റുകൾ പൂർത്തിയാക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മളത് ചെയ്തത്. രാഷ്ട്രീയമായി ഇതൊരു UDFിൻ്റെ വലിയ വിജയമാണ്, ഒരു തിരിച്ചുവരവാണ്. തിരിച്ചുവരവിൽ കോട്ടയത്തിന് നൽകാൻ കഴിയുന്ന പരമാവധി 9-9 എന്ന് പറയുന്നൊരു മാജിക് നമ്പർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ റിസൾട്ട് പിന്നീട് എങ്ങനെയായിരിക്കും, ഇതിൻ്റെ ഒരു തുടർച്ച എങ്ങനെയായിരിക്കും? അതിൻ്റെ തുടർച്ച നമ്മുടെ മുഖ്യമന്ത്രി വരും, മന്ത്രിസഭ വരും, കേരളത്തെയും പുതുപ്പള്ളിയൊക്കെ നല്ല രീതിയിൽ ഭരിക്കും. ഇവിടുത്തെ വികസന പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യും. കോട്ടയത്ത് നിന്ന് എത്ര മന്ത്രിമാരങ്ങനെ ആലോചനകളൊക്കെ വന്നാൽ എങ്ങനെയാണ് അതിനകത്തൊന്നും ഞാൻ കമൻറ്റ് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അത് കോൺഗ്രസ് പാർട്ടി സമർത്ഥമായി നിന്നു, കോൺഗ്രസിനെ വിജയിപ്പിച്ചു. ബാക്കിയുള്ളതൊക്കെ പാർട്ടി മുന്നണിയൊക്കെ തീരുമാനിക്കും. താങ്കളെ അങ്ങനെ പരിഗണിച്ചാൽ സന്തോഷമായിരിക്കുമോ? ഇല്ല, ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. വരട്ടെ, അതൊക്കെ അതിൻ്റെ സമയക്രമവും കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കുന്നതാണ്. അതിനകത്ത് പാർട്ടിക്ക് എന്ത് തീരുമാനം എടുക്കാം, പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പുതുപ്പള്ളിയിൽ വികസനം ഇല്ല എന്നുള്ളതായിരുന്നു നീണ്ട കാലമായുള്ള ഇടതുപക്ഷത്തിൻ്റെയും LDFിൻ്റെയും ഒക്കെ വിമർശനം. പക്ഷെ ഇവിടുത്തെ വികസനം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അത് തകർത്താരാന്നും ജനങ്ങൾക്കറിയാം. ഈ ഗണേഷ് കുമാറിന്റെ ഒരു പരാജയം വ്യക്തിപരമായി താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ മറ്റൊരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളത് ഇലക്ഷന്റെ ഭാഗമാണ്, അത്രേ ഉള്ളൂ. ഏതാണെങ്കിലും തികഞ്ഞ സന്തോഷത്തിലാണ്. ചരിത്ര ഭൂരിപക്ഷം നൽകിയ പുതുപ്പള്ളിക്ക് അദ്ദേഹം നന്ദി പറയുന്നു. ക്യാമറമാൻ ശ്രീകുമാറിനോടൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.